ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CSSുമായി ബന്ധപ്പെട്ട 2 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. എന്നാൽ മോഡലിൽ ചോദിക്കാത്തതും പബ്ലിക്കിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുമുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിച്ചിരുന്നു. എക്സ്റ്റേണൽ CSSുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും മോഡലിൽ ചോദിച്ച് കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് പബ്ലിക്കിന് വേണ്ടി മാറ്റിവെച്ചതായിരിക്കാം. അപ്പോൾ എക്സ്റ്റേണൽ CSSുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ CSSലെ എല്ലാ പോർഷൻസും നമ്മൾ കൃത്യമായി ചെയ്യും. കാരണം ബാക്കി രണ്ടും നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. എക്സ്റ്റേണൽ CSSൽ ഒരു കമാൻഡ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കുക. അത് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ CSS എന്നുള്ള ഭാഗം സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് നോക്കാം. ഓക്കെ, പാഠപുസ്തകത്തിൽ നമുക്ക് ഒരു കോഡ് തന്നിരുന്നു. കോഡ് കോപ്പി റൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന കോപ്പി ചെയ്ത് കൃത്യമായി ടൈപ്പ് ചെയ്ത് റൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കാണിക്കാം. ഈ ഒരു കോഡ് ടെക്സ്റ്റ് ബുക്കിലുള്ള കോഡ് കോപ്പി ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇവിടെ HTML ഓപ്പൺ ചെയ്തു, ഹെഡ്, ദെൻ ടൈറ്റിൽ, സ്കൂൾ ഷോപ്പിംഗ് വെബ്സൈറ്റ് എന്നുള്ള കണ്ടൻ്റ് ആയിരുന്നു. ടൈറ്റിൽ ക്ലോസ് ചെയ്തു. അതിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഏരിയ, ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റൈൽ ഏരിയ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സ്റ്റൈൽ എന്ന കമാൻഡിനകത്ത് H1 എന്ന് പറയുന്ന ഒരു കമാൻഡ് വരുന്നുണ്ട്. ദെൻ H2, H3, P, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങളാണ് CSSനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോ ഇപ്പോൾ ഹെഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇത് H2 എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സബ് ഹെഡിങ് ആണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ, അതുപോലെ അതിൻ്റെ ഫോണ്ട് ഫാമിലിയാണ്. H3 അതുപോലെ തന്നെ അടുത്തൊരു ഹെഡിങ് ആണ്. അങ്ങനെ P എന്ന് പറഞ്ഞ പാരഗ്രാഫ്, DIV എന്ന് പറയുന്ന ഡിവിഷൻ, ഒരു വലിയ പേജിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു സെക്ഷൻ ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കാര്യം DIV എന്നുള്ള ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കോഡും കൊടുത്തിട്ടുണ്ട്. നോർമലി ഈ ഒരു കോഡ് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കോപ്പി ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ഓരോ പിക്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ബ്രൗസറിൽ നിന്ന് തുറന്ന് കാണിക്കാം. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷനിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കൃത്യമായിട്ട് ഈ ഫയൽ. ഹെഡിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാണ്ട് കണ്ടൻറ് ഉണ്ട്. ദെൻ വെൽക്കം ടു അവർ സ്കൂൾ, ഇതിന് 2 കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോപ്സിൻ്റെയും അതുപോലെ തന്നെ നോട്ട്ബുക്കിൻ്റെയും കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡാണ് നമ്മളിവിടെ ഇവിടെ കാണിച്ചത്, ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചത്. എന്നാൽ ഇതിനകത്തുള്ള ഈ സ്റ്റൈലിൻ്റെ സെക്ഷനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കോപ്പി ചെയ്ത് മറ്റൊരു ഫയലിലേക്ക് മാറ്റി വെക്കുകയും ഇതിനകത്ത് ഇൻലൈനായിട്ട് ഈ കമാൻഡും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാനാണ് എക്സ്റ്റേണൽ CSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപോലെയുള്ള പേജുകൾ, ഒരുപാട് പേജുകളുള്ള വെബ്സൈറ്റുകളാകുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്, സ്റ്റൈലും കാര്യങ്ങളും സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഫയലാക്കി സൂക്ഷിച്ച് വെക്കുകയും ആവശ്യാനുസരണം അതിനെ നമ്മുടെ കണ്ടൻറ്റ് എഴുതുന്ന പേജിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ സ്റ്റൈൽ ടാഗിനകത്തുള്ള മുഴുവൻ കണ്ടൻറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യാൻ പോവാണ്, സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ സ്റ്റൈൽ മുതൽ സ്റ്റൈൽ വരെ മുകളിൽ നിന്ന് കോപ്പി ചെയ്ത് താഴേക്ക് വരികയാണ്. ഒരു മിനിറ്റ്, ഇവിടെ വരെ വേണം. ഇത്ര സ്റ്റൈൽ, താഴെയുള്ള സ്റ്റൈൽ മുതൽ മുകളിലുള്ള സ്റ്റൈൽ വരെയുള്ള ഏരിയ, ഇതാണ് നമ്മുടെ വെബ് പേജിലുള്ള കണ്ടൻറ്റുകൾക്ക് കളേഴ്സ്, അതുപോലെ ഹെഡിങ്, അതിൻ്റെ അലൈൻമെൻറ്റ്, ഫോണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ. ഈ ഒരു സെക്ഷനാണ് CSSൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഇൻറ്റേർണൽ CSS ആണ്. നമ്മൾ ഇതിനെ അപ്പോൾ ഈ ഒരു വെബ് പേജിൽ നിന്ന് ഈ ഒരു ഏരിയ നമ്മൾ മുറിച്ച് മാറ്റിയാൽ എന്ത് മാറ്റമാണ് സ്ക്രീനിൽ വരിക എന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നിന്ന് Ctrl+X ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഫയൽ ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ഫയൽ തുറക്കുകയാണ്. പുതിയ ഫയൽ തുറക്കാൻ ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ തുറന്നു. അവിടെ ഇത് പേസ്റ്റ് ചെയ്തു. ഇവിടെ അവിടുന്ന് മുറിച്ചെടുത്ത ഭാഗം ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പേര് കൊടുത്ത് സേവ് ചെയ്യണം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മുടെ ലൊക്കേഷനിൽ സ്കൂൾ റിസോഴ്സിനകത്താണ് ഈ ഫയലുള്ളത്. സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 10
ആണ് നമ്മൾ സേവ് വെബ് ഡിസൈനിങ്ങിനകത്താണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്. പേര് കൊടുക്കുന്ന ലൊക്കേഷൻ കൃത്യമായി ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാനൊരു എക്സാം 10 പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലൊന്നും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാത്തത്. നോക്കാം, ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോൾഡറിലേക്കാണ് പേസ്റ്റ് ചെയ്യുന്നത്. സ്കൂൾ റിസോഴ്സ് തന്നെയാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫയൽ നെയിം കൊടുക്കുകയാണ് സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. style.css style.css എന്ന രീതിയിൽ പേര് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ സേവ് ചെയ്തതോടുകൂടി ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ style.css എന്നുള്ള ഫയൽ വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഒന്ന് തുറന്ന് നോക്കാം. സ്കൂൾ ഷോപ്പിംഗ് നമ്മൾ ഈ കട്ട് ചെയ്ത ഫയൽ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, സേവ് ചെയ്തിട്ടില്ല. style.css ആണ് സേവ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഫയൽ നിന്ന് സേവ് ചെയ്യും. ഒന്നാമത്തെ സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുറന്ന ഫയലിൽ നിന്ന് സേവ് ചെയ്യാണ്. ആ ഫയൽ സേവ് ചെയ്തു. അതിനുശേഷം ഈ ഫയൽ ഒന്നുകൂടി തുറന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ അകത്തുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കാരണം എന്താ, നമ്മൾ മുറിച്ച് മാറ്റിയത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്ന ആ സെക്ഷനാണ് മുറിച്ച് മാറ്റിയത്. CSSൻ്റെ ആ സെക്ഷനാണ് മുറിച്ച് മാറ്റിയത്. ഓക്കെ, ഇനി നമ്മൾ എക്സ്റ്റേണൽ ഫയൽ എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ മുറിച്ച് മാറ്റിയ ഫയൽ ഇവിടെ എന്തുണ്ട്, style.css എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് ആ സ്റ്റൈല്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഈ ഫയൽ ഒന്ന് തുറക്കുന്നു. ഇവിടെ ആൾറെഡി തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലുള്ള ഈ സ്റ്റൈൽ എന്നുള്ള ഏരിയ നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നു. അതുപോലെ താഴെയും ആ സ്റ്റൈൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് റിമൂവ് ചെയ്ത് കളയാണ്. എന്നിട്ട് ഒന്നുകൂടെ സേവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ഈ ഫയൽ ഇവിടെ തുറക്കുമ്പോൾ എങ്ങനെയാണ് വരിക, അതുപോലെ തന്നെ ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നാൽ ഇതിന് കളറും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ്റ്റേണലാക്കി മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റൈലിനെ ഈ ഒരു ഫയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഒരു മിനിറ്റ്. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷനിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു. ഇനി ഇവിടെ HTML കോഡ് തുറന്ന് ഹെഡ് ടാഗ് ഓപ്പണായി ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് ഇടയിലായിട്ടാണ് നമ്മൾ ആ കമാൻഡ് ടൈപ്പ് ചെയ്യേണ്ടത്. ആ കമാൻഡുകൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നോക്കൂ, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് ഇടയിലായിട്ട് എന്ത് ചെയ്തു, ലിങ്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലിങ്ക് REL ഈക്വൽസ് ഡബിൾ കൊട്ടേഷനകത്ത് സ്റ്റൈൽ ഷീറ്റ് STYLESHEET then space ഇട്ടിട്ട് ടൈപ്പ് ഈക്വൽസ് text/CSS then href റെഫറൻസ് ആണ് ഈക്വൽസ് എന്നിട്ടിട്ട് style.css. നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റിയ ആ ഫയൽ ഉണ്ടല്ലോ, ആ ഫയലിൻ്റെ പേരെന്താണോ ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഈ മെയിൻ ഫയലും അതുപോലെ തന്നെ ആ CSS ഫയലും രണ്ടും ഒരേ ഫോൾഡറിലായിരിക്കണം, എങ്കിലും അത് വർക്ക് ചെയ്യുള്ളൂ. ഇവ ഞാനിവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫയൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൃത്യമായി ഈ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ടായിരിക്കണം. വെബ് ഡിസൈനിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ വെബ് ഡിസൈനിങ്ങിൽ ബൈ ഹാർട്ട് ചെയ്യാനുള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്. അപ്പോൾ ഈ ലിങ്ക് REL ഈക്വൽസ് സ്റ്റൈൽ ഷീറ്റ് ദെൻ ടൈപ്പ് ഈക്വൽ ടു text/CSS href ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഡബിൾ കൊട്ടേഷനകത്ത് എന്താണോ ഫയൽ പറഞ്ഞിട്ടുള്ളത് ആ ഫയലിൻ്റെ .css എന്ന് പറഞ്ഞ ഫയൽ എന്താണോ ആ ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത്. ദെൻ ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും, എക്സ്റ്റേണലി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ CSS ഫയൽ ഉണ്ടല്ലോ, ആ CSS ഫയലിനകത്തുള്ള ആട്രിബ്യൂട്ട്സ് കാര്യങ്ങൾ കളേഴ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഈ വെബ് പേജിലേക്കുള്ള കണ്ടൻറ്റായിട്ട് വെബ് പേജിലുള്ള കണ്ടൻറ്റുകളിലേക്ക് കളറും കാര്യങ്ങളും കൃത്യമായിട്ട് ലഭിക്കും. അങ്ങനെ കൃത്യമായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 90% നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. കുറച്ച് ടഫായിട്ടുള്ള സെക്ഷനാണ് ഈ ഒരു ഏരിയ. ഈ വെബ് ഡിസൈനിങ് ഈസിയാണ്. ആ ഈസി ഉള്ളതിനകത്ത് നിന്ന് കുറച്ച് ടഫായിട്ടുള്ള ഏരിയയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. എക്സാമിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫയൽ തരും. ആ ഫയലിലേക്ക് ആവശ്യമായിട്ടുള്ള CSSൻ്റെ ഫയൽ മറ്റൊരു പേരിൽ തന്നിട്ടുണ്ടാവും. ഒന്നാമതായിട്ട് ആ രണ്ട് ഫയലിനെയും നിങ്ങളുടെ ഫോൾഡറിലേക്ക്, നിങ്ങളുടെ ഫോൾഡർ പറയാൻ എക്സാം 10 പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യാൻ പറയും. അത് രണ്ടും കോപ്പി ചെയ്യുക. അതിനുശേഷം ഈ ഫയൽ മെയിൻ ഫയൽ തുറന്നിട്ട് അതിനകത്ത് ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് തുറന്നിട്ട് ഈ പറയുന്ന കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യുക മീൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് അവസാനം ലാസ്റ്റ് വരുന്ന പോർഷനിൽ ആ ഫയൽ നെയിം എന്നുള്ള ഏരിയയിൽ
ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ഫയൽ ഉണ്ടാവും, .css പറഞ്ഞ ഫയൽ ഉണ്ടാവും. ആ ഫയൽ എന്ത് ചെയ്യണം, ആ പേര് അതുപോലെ വേണം എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ഒരു കോഡിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ ഫയൽ വർക്ക് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫയലിൽ നിന്ന് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഫയലിൽ നിന്ന് ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മുടെ ഫയൽ ഇവിടെ ഇതായത് നമ്മുടെ ഫയലിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ കളറും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കളറും കാര്യങ്ങളും ഇല്ലാത്ത ആ ഫയൽ ഇവിടെ കാണിക്കാം. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ ഫയലിലൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെഡിങ്, അതുപോലെ ഹെഡിങ്ങുകൾക്കുള്ള എന്താ പറയുക കളേഴ്സ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിൽ അവൈലബിൾ അല്ല. കാരണം എന്താണ്, ഈ ഒരു ഫയലിൽ നമ്മൾ എന്ത് ചെയ്യുന്നിട്ടില്ല. ഈ ഒരു ഫയൽ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യങ്ങളും ഇല്ല. ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നാൽ കാണിക്കാം. ഇതിനകത്ത് എന്തില്ല, ഇവിടെ നമ്മളെ ഏരിയ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിയ ഫയലാണത്. മുറിച്ച് മാറ്റിയ ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ടാമത് സെറ്റ് ചെയ്താണ്. രണ്ടാമത് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്റ്റേണലി മുറിച്ച് മാറ്റി വെച്ച style.css എന്ന ഫയലിനെ ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലിങ്ക് ചെയ്ത് കൊടുക്കാനുള്ള കമാൻഡ് ഇതാണ്, ലിങ്ക് rel style ഈക്വൽസ് സ്റ്റൈൽ ഷീറ്റ് സ്പേസ് ഇട്ടിട്ട് ടൈപ്പ് ഈക്വൽസ് text/css then href ഈക്വൽസ് style.css. ഇവിടെ style.css എന്നുള്ള ഇടത്താണ് പരീക്ഷയ്ക്ക് എന്താണോ ഏത് ഫയലാണോ പരീക്ഷയ്ക്ക് തരുന്നത് ആ ഫയൽ നെയിം മാത്രമാണ് ഇവിടെ മാറ്റി കൊടുക്കേണ്ടി വരിക. ഈ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ HTML ടാഗ് തുറന്നിട്ട് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് ഇടയിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയ കൊടുക്കേണ്ടത്. ബോഡി ഓപ്പൺ ആകുന്നതിന് മുൻപായിട്ട് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കണ്ടൻറ്റ് കൊടുക്കേണ്ടത്. ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് ഇടയിലാണ് സ്റ്റൈലിൻ്റെ കാര്യങ്ങൾ CSS ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങാനും എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.